ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ടെൻസസ് സിമ്പിളായ രൂപത്തിൽ പഠിക്കാം. അതായത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ടെൻസസ് ഞാൻ പല രീതിയിലും പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് സിമ്പിളായ രീതിയിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികളായിട്ടും അതുപോലെ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ടുള്ള രീതി ഇതിൽ തന്നെ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ടെൻസസ് പഠിക്കാം എന്ന് നോക്കാം. ടെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അല്ലേ? അപ്പോൾ പ്രസൻറ്റിൽ 4 പാർട്ടുകൾ പഠിക്കാനുണ്ടാകും, പാസ്റ്റിൽ 4 പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഫ്യൂച്ചറിലും 4 ടൈപ്പിൽ പഠിക്കാനുണ്ടാകും. ഇങ്ങനെ 12 രീതിയിലാണ് നമ്മൾ ടെൻസസ് പഠിക്കേണ്ടത്. അതായത് 3 ടെൻസസ് ആണ്, അതിനെ നമ്മൾ 12 രൂപത്തിൽ, അതായത് ഒരു ടെൻസിന് 4 രൂപത്തിലാണ് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈ ടെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാലങ്ങൾ. ഇത് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം വെറും ഒരു ടെൻസസ് ഗ്രാമർ രൂപത്തിൽ പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ക്ലാസ്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, അതായത് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു വെർബിനെ നമ്മൾ ഏത് രൂപത്തിലാണ് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ഫസ്റ്റിൽ തന്നെ സിമ്പിൾ പ്രസൻ്റ് ആണ്. പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ 4 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഉള്ളതാണ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായ രീതിയാണ്. ഇത് ടെൻസസ് ആണെന്ന് വിചാരിച്ചിട്ട് ആരും പേടിച്ച് ഓടേണ്ട. സിമ്പിളാണ്, ഒരുപാട് പേർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓരോരോ പാർട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലൈവിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രസൻറ്റ് സിമ്പിളിന് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? ഒരു സബ്ജക്റ്റ് പ്ലസ് V1 ഫോം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അതാണ്. ഒരു സബ്ജക്റ്റ്, അതിനുശേഷം നമ്മൾ വെർബ് V1 ഫോമിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം I സബ്ജക്റ്റായി വരുമ്പം നമ്മൾ വെർബ് V1 ഫോമിൽ. ഇനി നമ്മുടെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ്, അതിനുശേഷം പ്ലസ് V1 തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു S ആഡ് ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ 2 സ്ട്രക്ചർ കിട്ടിയല്ലോ. ഇത് സിമ്പിൾ പ്രസൻറ്റിൽ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു സബ്ജക്റ്റ് ഒരു വെർബ് എന്നാണ്. ഐ ഗോ, അതായത് പോകാറുണ്ട്, വരാറുണ്ട്, പഠിക്കാറുണ്ട്, ചെയ്യാറുണ്ട്, ഇങ്ങനൊരു കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. നമ്മുടെ പതിവ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാൻ പോകുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാൻ ചെയ്യാറുണ്ട്, അങ്ങനെ ഒരു കാര്യം ഞാൻ എന്നും ചെയ്യാറുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ഞാൻ എന്നും പറയാറുണ്ട്, അതുപോലെ എല്ലാ മാസവും ഞാനിത് നടത്തിക്കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഒരു പതിവായ കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റ്. അപ്പം ഐ ഗോ, ഞാൻ പോകാറുണ്ട്, ഐ കം, ഞാൻ വരാറുണ്ട്, ദേ പ്ലേ, അവർ കളിക്കാറുണ്ട്, അതുപോലെ വി ഡ്രിങ്ക്, ഞങ്ങൾ കുടിക്കാറുണ്ട്, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ പ്ലൂരൽ സബ്ജക്റ്റുകളാണ് അല്ലേ? ഈ പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി സിംഗുലർ സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ വെർബ് V1 ഫോമിലാണ്, ബട്ട് അതിൻ്റെ കൂടെ ഒരു S ആഡ് ചെയ്യണം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവിടെ S വന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ S ആഡ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാകും. അപ്പം നമ്മൾ വീഡിയോ മുടങ്ങാതെ കാണുക. ഓക്കെ, അപ്പോൾ ഈ സിംഗുലർ സബ്ജക്റ്റിന് നമുക്കെടുക്കാം. ഇപ്പം ഷീ ആണല്ലോ സിംഗുലർ സബ്ജക്റ്റ്. അവൾ ഒരു വ്യക്തിയാണ്. അപ്പം അവൾ പോകാറുണ്ട്. ഷീ ഗോസ്, അവൾ പോകാറുണ്ട്. അവൻ ഉറങ്ങാറുണ്ട്, അതായത് അവൻ നേരത്തെ ഉറങ്ങാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് സെൻറ്റൻസ് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇപ്പം അതിൻ്റെ ഒരു മെത്തേഡാണ് പറയുന്നത്. അതായത് അവൻ ഉറങ്ങാറുണ്ട് എന്ന് പറയുമ്പോൾ ഹി സ്ലീപ്സ്, അവൻ ഉറങ്ങാറുണ്ട്. ഇനി ഏതാ നമ്മുടെ സിംഗുലർ സബ്ജക്റ്റ്? മീര.
മീര വായിക്കാറുണ്ട്. മീര റീഡ്സ്. മീര വായിക്കാറുണ്ട്. ഇനി മഴ പെയ്യാറുണ്ട്. ഇറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. ഇറ്റ് റെയിൻസ്, മഴ പെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ സിംഗുലർ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വെർബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പഠിച്ച് വരുമ്പോൾ മനസ്സിലായി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായല്ലോ. സിമ്പിൾ പ്രസൻറ്റിലെ ഒരു സബ്ജക്റ്റ്, ഒരു വെർബ് V1 ഫോമിൽ അല്ലേ. സിംഗുലർ ആകുമ്പോൾ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യണം. പ്ലൂരൽ ആണെങ്കിൽ എസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് വലിയ സെൻറ്റൻസ് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കീവേഡ്സുകളുണ്ട്. അതായത് ഇപ്പം പതിവായി, ദിവസവും, എല്ലാ മാസവും, എപ്പോഴും, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമല്ലോ. ഓൾവൈസ്, അതുപോലെ ഒക്കേഷണലി, അതുപോലെ എവറി ഡേ, എവറി മോർണിംഗ്, അതുപോലെ തന്നെ സംടൈംസ്, ചിലപ്പോഴൊക്കെ, ഇങ്ങനെയൊക്കെ പറയുന്ന ഈ കീവേഡ്സുകളാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ഞാൻ എന്നും രാവിലെ നടക്കാറുണ്ട്. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് അല്ലേ. ഞാൻ എന്നും രാവിലെ നടക്കാറുണ്ട്. ഈ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് എന്നും രാവിലെ നടക്കാറുണ്ട്. അത് എൻ്റെ ഒരു ശീലമാണ്, എൻ്റെ ഒരു പതിവാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമുക്ക് ഈ രൂപത്തിലായിട്ട് പറയാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ എന്നും രാവിലെ നടക്കാറുണ്ട്. ഇതെങ്ങനെയാണ് പറയുക? ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഐ. ഇതിന് കൂടെ നടക്കുക എന്നുള്ള വെർബാണ് നമുക്ക് വേണ്ടത്. ഏതാണ്? വോക്ക് എന്നാണ് അല്ലേ. V1 ഫോമാണ്. വോക്കിൻ്റെ V1 ആണ്. അപ്പോൾ വോക്ക് തന്നെ. അപ്പം ഐ വോക്ക്, ഞാൻ നടക്കാറുണ്ട്. എന്നും രാവിലെ എന്നാണ്. എന്നും രാവിലെ ഞാൻ നടക്കാറുണ്ട്. അപ്പോൾ എന്നും രാവിലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? എന്നും രാവിലെ എന്ന് പറയുന്നത് നമുക്ക് എവറി മോർണിംഗ് എന്ന് പറയാം അല്ലേ. എവറി മോർണിംഗ്. അപ്പോൾ ഐ വോക്ക് എവറി മോർണിംഗ്. ഞാൻ എന്നും രാവിലെ നടക്കാറുണ്ട്. സിമ്പിളാണല്ലോ. നെക്സ്റ്റ് നമ്മുടെ ഒരു ശീലം പറയുകയാണ്. ഇങ്ങനെ പറയാം. ചിലപ്പോഴൊക്കെ ഞാൻ പത്രം വായിക്കാറുണ്ട്. എന്നുമില്ല, ചിലപ്പോഴൊക്കെ. അതാണ് എൻ്റെ ഒരു പതിവ്. ചിലപ്പോഴൊക്കെ ഞാൻ പത്രം വായിക്കാറുണ്ട്. സബ്ജക്റ്റ് ഞാൻ തന്നെയാണ്. ചിലപ്പോഴൊക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്? പത്രം വായിക്കാറുണ്ട് എന്നാണ്. അപ്പം ഞാനാണല്ലോ. വായിക്കുക റീഡ് എന്നാണ്. അപ്പം ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഇങ്ങനെ പറയാം, ഐ റീഡ് ന്യൂസ് പേപ്പർ സംടൈംസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ സംടൈംസിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പറയാനായിട്ട് പറ്റും. ഇങ്ങനെ സംടൈംസ് ഐ റീഡ് ന്യൂസ് പേപ്പർ. ചിലപ്പോഴൊക്കെ ഞാൻ പത്രം വായിക്കാറുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ടൈം എപ്പോഴും അവസാനം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഐ റീഡ് ന്യൂസ് പേപ്പർ സംടൈംസ്, അല്ലെങ്കിൽ സംടൈംസ് ഐ റീഡ് ന്യൂസ് പേപ്പർ. ചിലപ്പോഴൊക്കെ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു ശീലം. ഓക്കെ, അവർ പതിവായി ഇവിടെ വരാറുണ്ട്. അത് അവരുടെ ഒരു ശീലമാണ്. അവർ പതിവായി ഇവിടെ വരാറുണ്ട്. ഈ പതിവായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? പതിവായി, ദിവസവും, അതുപോലെ തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് അല്ലേ. അവർ പതിവായി ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർ എന്നുള്ളതിന് ദേ ആണ്. ദേ വരിക കം ആണ് അല്ലേ. കമ്മിൻ്റെ V1 കം തന്നെ. അപ്പം ദേ കം ഹിയർ. അവർ ഇവിടെ വരാറുണ്ട്. റെഗുലർലി എന്ന് വന്നു കഴിഞ്ഞാൽ പതിവായി എന്നാണ്. അപ്പം അവർ ഇവിടെ പതിവായി വരാറുണ്ട് എന്ന് പറയുമ്പോൾ ദേ കം ഹിയർ റെഗുലർലി. ഇങ്ങനെ പറയാം. അപ്പോൾ റെഗുലർലി എന്ന് പറയുന്നതും ഈ ഒരു സിമ്പിൾ പ്രസൻറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ്സ് ആണ്. നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് സെൻറ്റൻസ് ആണോ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് അത് യൂസ് ചെയ്യാം. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അതായത് നമ്മൾ ഏതാണ് പറയുന്നത് നമുക്കെല്ലാം അറിയൂ. പതിവായി എന്നാണോ, അല്ലെങ്കിൽ എന്നും എന്നാണോ, അല്ലെങ്കിൽ എല്ലാ മാസവും എന്നാണോ, അല്ലെങ്കിൽ എപ്പോഴും എന്നാണോ, ഇങ്ങനെ ഏതാണോ പറയുന്നത് അത് നമ്മൾ പഠിച്ചു വരും. എപ്പോഴും ഓൾവൈസ് ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഞങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പത്രം വാങ്ങിക്കാറുണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് മാറിയിട്ടോ. ഞങ്ങൾ എന്നാണ്. ഞങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പത്രം വാങ്ങിക്കാറുണ്ട്. വാങ്ങിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? വി ആണ്. ഇവിടെ ഞാൻ പ്ലൂറൽ സബ്ജക്റ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ പറയുക? വി. വാങ്ങുക ബൈ ആണ്. അപ്പം ബൈൻ്റെ V1 ആണല്ലോ. അപ്പം വി ബൈ, ഞങ്ങൾ വാങ്ങാറുണ്ട്. എവറി ഡേ, ഇതും ഒരു കീവേഡ്സ്. ഞങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പത്രം വാങ്ങിക്കാറുണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ വി ബൈ
ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എവറി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പത്രം വാങ്ങിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഒന്നിൽ കൂടുതൽ നെയിമാണ് ഒരു പ്ലൂറലായി നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാജുവും അനുവും എല്ലാ മാസവും ഫീസ് അടയ്ക്കാറുണ്ട്. രാജുവും അനുവും എല്ലാ മാസവും ഫീസ് അടയ്ക്കാറുണ്ട്, മുടങ്ങാതെ അടയ്ക്കാറുണ്ട്. അത് അവരുടെ ഒരു ശീലമാണ്. അപ്പം എങ്ങനെ പറയുക? എല്ലാ മാസവും, എവ്രി മന്ത്. ഓക്കെ, അപ്പം രാജു ആൻഡ് അനു, ഇതും പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലോ. രാജു ആൻഡ് അനു പേ ദ ഫീ അല്ലേ. പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കുക. ദ ഫീ എവ്രി മന്ത്, എല്ലാ മാസവും രാജുവും അനുവും ഫീസ് അടയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ എങ്ങനെ സിമ്പിൾ പ്രസൻറ്റ് ഉണ്ടാക്കാം എന്ന് പഠിച്ചു. അതുപോലെ തന്നെ വി, ദേ, അതുപോലെ ആൻഡ് നെയിം, സിമ്പിൾ പ്രസൻറ്റിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം പ്ലൂറൽ സബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിന് വേണ്ടിയിട്ട് 4-5 കീവേഡ്സുകളും പഠിച്ചു അല്ലേ. എവറി മന്ത്, എവറി മോർണിംഗ്, അതുപോലെ എവറി ഡേ, പിന്നെന്താണ് റെഗുലർലി, ഇങ്ങനെ പറയാനായിട്ട് ഇതുപോലെ ഒരുപാടുണ്ട്. ഓൾവേസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെൻറ്റൻസുകൾ ഏതാണോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ പഠിക്കുക. ഇനി ഇതിൻ്റെ സിംഗുലർ വരുമ്പോൾ എന്തായിരിക്കും എന്ന് നോക്കാം. ഇപ്പം ഇതേ സെൻറ്റൻസ് തന്നെ നമുക്ക് ഇതിൻ്റെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ പഠിച്ചു സബ്ജക്റ്റ് പ്ലസ് V1 ഫോം എന്നാണ്. V1ൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം എപ്പോൾ സിംഗുലർ ആണെങ്കിൽ. ഇതേ സെൻറ്റൻസ് തന്നെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഞാൻ എന്നും രാവിലെ നടക്കാറുണ്ട് എന്നാണ്. എന്നാൽ അവൾ എന്ന് പറയുകയാണെങ്കിലും അവൾ എന്നും രാവിലെ നടക്കാറുണ്ട്. അവൾ എന്നും രാവിലെ നടക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് ഷീ എന്നാണ് അല്ലേ. ഷീ വരുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? വെർബ് V1 ഫോം തന്നെയാണ്. പക്ഷേ ഈ ഷീ അല്ലെങ്കിൽ ഹി അല്ലെങ്കിൽ ഇറ്റ് ഒരു നെയിം, ഇതാണ് നമ്മുടെ സിംഗുലർ സബ്ജക്റ്റ്. ഈ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വെർബ് വരുമ്പോഴേ അതിനൊരു എസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെ ആയിരിക്കും സെൻറ്റൻസ് വരിക? ഷീ വോക്ക് എന്നുള്ളത് ഷീ വോക്സ് എന്നായി മാറും. ഷീ വോക്സ്, അവൾ നടക്കാറുണ്ട് എന്നും രാവിലെ, എവറി മോർണിംഗ്. ഷീ വോക്സ് എവറി മോർണിംഗ്, അവൾ എന്നും രാവിലെ നടക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ചിലപ്പോഴൊക്കെ അവൻ പത്രം വായിക്കാറുണ്ട്. സെൻറ്റൻസ് സെയിം തന്നെയാണ്, നമ്മുടെ സബ്ജക്റ്റ് മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചിലപ്പോഴൊക്കെ അവൻ പത്രം വായിക്കാറുണ്ട്, അവനാണ് സബ്ജക്റ്റ്. എങ്ങനെയാ പറയുക? നമ്മൾ എന്താ പഠിച്ച്? ചിലപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് സംടൈം ആണ് അതിൽ ഫസ്റ്റ് യൂസ് ചെയ്യാം, അവസാനവും യൂസ് ചെയ്യാം. അപ്പം ചിലപ്പോഴൊക്കെ സംടൈംസ് ഹി ആണല്ലോ. സംടൈംസ് ഹി, വായിക്കുക റീഡാണ്. ഈ റീഡിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? റീഡ്സ് എന്നാക്കണം. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് സംടൈംസ് ഹി റീഡ്സ്, അവൻ ചിലപ്പോഴൊക്കെ വായിക്കാറുണ്ട്. എന്ത്? ന്യൂസ് പേപ്പർ. അപ്പോൾ സംടൈംസ് ഹി റീഡ്സ് ന്യൂസ് പേപ്പർ, അവൻ ചിലപ്പോഴൊക്കെ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. സിമ്പിളാണല്ലോ. രാജു പതിവായി ഇവിടെ വരാറുണ്ട്. രാജു പതിവായി ഇവിടെ വരാറുണ്ട്. ഇവിടെ ഒരു നെയിമാണ് പറഞ്ഞിട്ടുള്ളത്. രാജു എന്ന് പറയുന്ന ഒരു നെയിം സിംഗുലർ ആണല്ലോ. അപ്പം രാജു പതിവായി ഇവിടെ വരാറുണ്ട്. രാജു വരിക, കം. കമ്മിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പം രാജു കംസ്, രാജു വരാറുണ്ട്. ഹിയർ, ഇവിടെ. പതിവായി, റെഗുലർലി. അപ്പോൾ നമ്മൾ ഹി, ഷീ, അതുപോലെ ഒരു നെയിം പഠിച്ചു. ഇനി നമ്മുടെ സിംഗുലർ സബ്ജക്റ്റായി വരുന്നത് ഇറ്റാണ് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇവിടെ എന്നും മഴ പെയ്യാറുണ്ട്. ഇതൊരവസ്ഥയാണ് അല്ലേ. അവിടെ നമ്മൾ ഇറ്റാണ് യൂസ് ചെയ്യുക. ഇറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. ഇവിടെ എന്നും മഴ പെയ്യാറുണ്ട്. അപ്പം ഇറ്റ് ഓൾവേസ്, ഓൾവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും, അതൊരു കീവേഡ്സ് ആണ്. എന്നും എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ എന്നും മഴ പെയ്യാറുണ്ട്. ഇറ്റ് ഓൾവേസ് റെയിൻസ് ഹിയർ, ഇറ്റ് ഓൾവേസ് റെയിൻസ് ഹിയർ, ഇവിടെ എന്നും മഴ പെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയും പ്രസൻറ്റ് സിമ്പിളിൽ എങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ്, ഇതിൻ്റെ ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഒക്കെ പഠിക്കാനുണ്ട്. ഇതിന് നെഗറ്റീവ് സിമ്പിളാണ്. ഇത് പഠിച്ച് വരുമ്പോഴാണ് നമ്മൾ എങ്ങനെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എസ് കിട്ടി എന്നൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലായിട്ട് ഇതിൻ്റെ നെഗറ്റീവും ക്വസ്റ്റ്യൻ ക്രിയേറ്റിങ്ങും പഠിക്കാം. ഓക്കെ, താങ്ക് യു.